ജുമക്ക് നടക്കണം പോലും. ജുമ നടക്കണേലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവരുടെയൊക്കെ ദീന് കക്കണ രീതി നോക്കി നിങ്ങൾ. ജുമ നടക്കണം, നടക്കണം നിർബന്ധ. പക്ഷെ ആർക്കും നിർബന്ധമില്ല. നിങ്ങൾക്ക് ആർക്കും നിർബന്ധമില്ല. പിന്നെ ആരാ നടത്തുക? മഹാനായ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ മുസ്ലിമിൽ ഉദ്ധരിക്കുന്നു, ലോക ചരിത്രത്തിലെ ഹദീത്ത് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 6 ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് സ്വഹീഹ് മുസ്ലിം. ആ സ്വഹീഹ് മുസ്ലിമിൽ വളരെ വ്യക്തമായി കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ ഈദൈനി വഫിൽ ജുമുഅ. 2 പെരുന്നാളിലും അതേപോലെ വെള്ളിയാഴ്ച ദിവസത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതാറുള്ള സൂറത്ത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അലാ വഹൽ അതാക ഹദീത്തുൽ ഗാശിയ. ഈ 2 സൂറത്താണ് ജുമുഅയിലും അതേപോലെ 2 പെരുന്നാളിലും അള്ളാഹുവിന്റെ റസൂൽ ഓതാറുള്ളത്. ഇനി കേൾക്കണേ, ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീത്ത്, വഇദജ്തമഅൽ ഈദു വൽ ജുമുഅതു. ഈദും അഥവാ പെരുന്നാൾ നിസ്കാരവും വെള്ളിയാഴ്ചയും ഒരേ ദിവസം വന്നാൽ, ഫീ യൗമിൻ വാഹിദിൻ, ഒറ്റ ദിവസത്തിൽ ഒരുമിച്ച് വന്നാൽ, യഖ്റഉ ബിഹിമാ അയ്ളൻ ഫി സ്വലാത്തൈനി, എന്നാലും 2 നിസ്കാരത്തിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 2 സൂറത്ത് തന്നെയായിരുന്നു ഓതാറുണ്ടായിരുന്നത്. പിന്നെ ജുമ ഒഴിവാക്കാറായിരുന്നു പതിവ് എന്നല്ല ഹദീസിലുള്ളത്. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 2 നിസ്കാരവും നിസ്കരിച്ചു എന്നും 2 നിസ്കാരത്തിലും ഓതിയ സൂറത്ത് എന്താണ് എന്നും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ ചോദിക്കുന്നത്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ ഞാൻ നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ അഹ്ലുൽ അവാലി, ദൂരേന്ന് ഇവിടെ നിസ്കാരത്തിന് വേണ്ടി വന്നിട്ടുള്ള മനുഷ്യരെ, ഫഖദ് അദിൻതു ലക്കും, ഞാൻ നിങ്ങൾക്ക് സമ്മതം തന്നിട്ടുണ്ട്, നിങ്ങളെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞതാ. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ ബാരി, അത് ലോക വിശ്വ പ്രഖ്യാതമായ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. ആ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീത്ത് വിശദീകരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി മഹാനവറുകൾ പറയുന്നുണ്ട്, അതാരോടാണ് പറഞ്ഞത്? അതാരോടാ പറഞ്ഞത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തത് അഹ്ലുൽ അവാലി. അഹ്ലുൽ അവാലി എന്ന് പറഞ്ഞാൽ ദൂരേന്ന് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ സഹിച്ചിട്ട് വരുന്ന ആളുകളില്ലേ, അവര് പെരുന്നാൾ നിസ്കാരത്തിന് രാവിലെ വന്നാല് പിന്നെ അവര് വീട്ടിൽ പോയി തിരിച്ച് ജുമയാകുമ്പോഴേക്കും അവർക്ക് വരിക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒന്നാണ്. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആദ്യമേ ജുമ നിർബന്ധമില്ലാത്തൊരു വിഭാഗമായതുകൊണ്ട് അവർക്ക് സമ്മതം കൊടുത്തു, നിങ്ങൾ ജുമ തീരുന്നത് ഇവിടെ കാത്തിരിക്കണ്ട, കാരണം പെരുന്നാളിന്റെ ദിവസമല്ലേ. പെരുന്നാളിന്റെ ദിവസം നിസ്കാരത്തിന് വന്നിട്ട്, പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ചെയ്യുന്ന അമലല്ലേ. അങ്ങനെ എല്ലാവരും വന്ന് ഒരുമിച്ച് കൂടി ചെയ്യുന്ന ഈ അമല് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവരവിടെ പിടിച്ചു വച്ചാൽ അവർക്ക് സ്വാഭാവികമായും പെരുന്നാളിന് ആഘോഷം, ഒരുപാട് കുടുംബത്തിൽ പോകാനും മറ്റൊക്കെ ഉണ്ട്, അതൊന്നും അവർക്ക് നടക്കില്ല. ജുമഅക്ക് വരിക, കാത്തിരിക്കുക എന്നുള്ളത് അവർക്ക് പ്രയാസമാണ്. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാം. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഈ പറഞ്ഞത് ആർക്ക് മാത്രമാണ്? ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, അതേപോലെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഒക്കെ ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ആ പറഞ്ഞത് ആർക്ക് മാത്രമാണ്? അഹ്ലുൽ അവാലി. അഹ്ലുൽ അവാലി എന്ന് പറഞ്ഞാൽ ദൂരേന്ന് വളരെ ക്ലേശങ്ങൾ സഹിച്ചു വരുന്ന, ബാങ്ക് പോലും കേൾക്കാത്ത നാട്ടിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള നിയമമാണത്. അല്ലാത്ത സ്വന്തം നാട്ടുകാരായ ആളുകൾക്ക് അവർക്ക് ജുമ പെരുന്നാൾ നിസ്കരിച്ചാലും നിർബന്ധമാണ്. എന്തുകൊണ്ട് നിർബന്ധമാണ് എന്ന് ചോദിച്ചാൽ, ഒരു സുന്നത്ത് കൊണ്ട് ഒരു ഫർള് ഇല്ലാതെയാവുകയില്ല. പെരുന്നാൾ നിസ്കാരം സുന്നത്താൻ, ജുമ എന്നുള്ളത് ഫർളാൻ. മാത്രല്ല, ആ മൗലവി പറയുന്ന രസകരമായ ഒരു സംഗതി ഉണ്ട്. അദ്ദേഹം പറയാണ്, ജുമ നടക്കൽ നിർബന്ധാണ്, ജുമക്ക് കൂടൽ നിർബന്ധമല്ല. പിന്നെ ആരെ ജുമ എടുത്ത? ജുമക്ക് നടക്കണം പോലും. ജുമ നടക്കണേലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവരുടെയൊക്കെ ദീന് കക്കണ രീതി നോക്കി നിങ്ങൾ. ജുമ നടക്കണം, നടക്കൽ നിർബന്ധ. പക്ഷെ ആർക്കും നിർബന്ധമില്ല. നിങ്ങൾക്ക് ആർക്കും നിർബന്ധമില്ല. പിന്നെ ആരാ നടത്തുക?
ഇങ്ങനെ അള്ളാഹുവിന്റെ ദീന് കൊണ്ട് കളിയാക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലൊന്നും പെട്ടുപോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷെ നമുക്ക് നല്ലതായിട്ട് തോന്നും. കാരണം എന്താ, എല്ലാവർക്കും സൗകര്യമാണല്ലോ അല്ലെ. ഒരു നിസ്കാരത്തിന് വന്നാൽ പിന്നെ നമുക്ക് ജുമക്ക് വരാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയാൽ അള്ളാഹു നമ്മളെല്ലാരെയും കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു